വെൽക്കം ബാക്ക് ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ്. നമുക്കിന്ന് ഒരു ചെറിയ ഒരു റീഡിങ് നോക്കട്ടെ. 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, ദ എംപ്രസ് വന്നിട്ടുണ്ട്, ദ പേജ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇത്. 5 ഓഫ് കപ്സ് ആണ്. അതൊരു അബാൻഡഡ് ആൻഡ് ഡിസെൻഗേജ്ഡ് ലവ്. ഒറ്റപ്പെട്ട് വളരെയധികം ദുഃഖിച്ച് വിഷമിച്ച് ഇരിക്കുന്നു നിങ്ങൾ. എന്തിനാണ് അങ്ങനെ ഇരിക്കുന്നത് നോക്കാം നമുക്ക്. ദ എംപ്രസ്, കോമ്പറ്റബിൾ ആൻഡ് സെൻഷ്വൽ ലവ്. നിങ്ങളുടെ പ്രണയം വളരെ നല്ല ഒരു ബന്ധമായിരുന്നു, വളരെ സത്യസന്ധമായ ബന്ധമായിരുന്നു, വളരെ നർച്ചറിങ് ആയിരുന്നു, വളരെ സ്നേഹപൂർവ്വം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചിരുന്നു അല്ലെങ്കിൽ കൊണ്ടുപോയിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി വളരെയധികം മാറിപ്പോയിരിക്കുന്നു. പേജ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. വളരെ കോൺഫിഡൻറ്റ് ലെവലിലേക്ക് ഉയർന്നിരിക്കുന്നു. അവനവൻ്റെ കാര്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തിരിക്കുന്നു. ക്യൂരിയസ് ആൻഡ് ഇൻസ്പയറിങ് ലവ്. സ്നേഹമുണ്ട്, പക്ഷേ അത് പ്രകടിപ്പിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അതിനാണ് നിങ്ങൾ ഈ അവസ്ഥയിൽ ഇരിക്കുന്നത്. ഇത് 5 ഓഫ് കപ്സ്. എന്തുകൊണ്ടാണ് അതിന് ക്ലാരിറ്റി നോക്കാം നമുക്ക്. ചേസർ, ഐ ഡോണ്ട് വാണ്ട് ടു ചേസ് എനിമോർ. നിങ്ങളുടെ വ്യക്തി പറയുന്നു, എന്നോട് സ്നേഹമൊക്കെ ഉള്ളത് എനിക്ക് നല്ലപോലെ അറിയാം, നീ എന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്, എനിക്കെല്ലാം അറിയാം, പക്ഷേ നിൻ്റെ ഈ ചേസിങ് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ ഓരോ ആളുകളും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണിത്. ചേസിങ് എന്നാൽ അയാളുടെ പാട്ടിന് വിടും, അയാളുടെ ജോലിക്ക് വിടും, അയാൾ കൃത്യമായിട്ട് അയാളുടെ കാര്യങ്ങൾ നോക്കട്ടെ. അയാളെ തലയിൽ ഈ ഒരു കാര്യം മാത്രം കയറ്റി വെച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ ഒരു മനുഷ്യനും. അയാളുടേതായ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അത്തരം കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കൂ. അതിന് പകരം സദാ 24 മണിക്കൂർ ഉണ്ടെങ്കിൽ 48 മണിക്കൂർ എന്ന മാതിരി വിളിച്ചുകൊണ്ടിരുന്നാൽ, മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നാൽ നമ്മളുടെ ജോലിയിൽ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും. മനസ്സിലായില്ലേ? നിങ്ങളുടെ പാർട്ട്ണറുടെ ലൈഫിൻ്റെ അവസ്ഥ കൂടി മനസ്സിലാക്കണം. ഏത് ഞാൻ ജോലി ചെയ്താലേ എൻ്റെ കാര്യങ്ങൾ നടക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കുള്ളൂ. അതിന് പോകുമ്പോൾ എന്നെ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കാതിരിക്കൂ. നിങ്ങളിങ്ങനെ ചേസ് ചെയ്യാതിരിക്കൂ. സ്നേഹമുണ്ട്, നീ വളരെ എംപ്രസിൻ്റെ ലെവലിലുള്ള ലവ് ആണെന്ന് എനിക്കറിയാം. അത്രയും നർച്ചറിങ് ആണ്, അത്രയും സ്നേഹം നിങ്ങൾ കൊടുക്കുന്നു, വാല്യബിളാണത്. പക്ഷെ അതെനിക്ക് എല്ലാം അറിയാം. പക്ഷെ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തിയാൽ ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് ഞാൻ മാറി നിൽക്കുന്നു കുറച്ച് നാളത്തേക്ക്. അതിലൊരു തെറ്റുമില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കി ആ രീതിയിൽ ജീവിക്കൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.